പ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുള്ള പെൻഷൻ കൂട്ടുക വഴി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഡെലിവറി ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും വിശ്വസിക്കും. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കടമെടുത്ത് നോക്കിയാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളമില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? പല മാധ്യമങ്ങളടക്കം അത് വാർത്തയും കൊടുത്തില്ലേ? അരുൺ കുമാർ, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഒരു സിനിമയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാർ ഒപ്പിന് കുപ്പി എന്ന് പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ കുപ്പി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ വോട്ടിന് പെൻഷൻ പദ്ധതിയാണോ? ഇവിടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ ഭരണ കാലയളവിൽ ചെയ്ത് പൂർത്തീകരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം 5 കൊല്ലമാണല്ലോ നമ്മുടെ ഒരു ഭരണ കാലാവധി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നതാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 14 ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുമായിട്ട് സംവദിച്ച് ഒരു നവകേരളം നിർമ്മിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ജനങ്ങൾ അവ പങ്കുവച്ചു, ചിലവർ എഴുതി കൊടുത്തു. അത്തരം ആശയങ്ങളെ കൂട്ടി യോജിപ്പിച്ച് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കി. ആ 600-ൽ 580 കാര്യങ്ങളും നടത്തി പൂർത്തീകരിച്ച് ആ 5 വർഷത്തിനുള്ളിൽ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്, എന്തൊക്കെയാണ് കൃത്യമായി നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് ഈ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകളുണ്ട്. 2021 സമയത്ത് ഇതേപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, DBT സ്കീമുകളാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ആ പദ്ധതികളെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്താൽ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ വർഷവും 100 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അങ്ങനെയാണ് 1600-ൽ അവസാനത്തെ വർഷം എത്തിയത്. നോക്കൂ, ഇതിപ്പോൾ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് 400 രൂപ. എന്തുകൊണ്ടാണ് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടായിരുന്നത്, അല്ലെങ്കിൽ 150 രൂപ വെച്ച് കൂട്ടായിരുന്നത്? അപ്പോൾ അന്നേരം ആ ബേർഡൻ എടുത്തു വെക്കാൻ ധനവകുപ്പിന് പറ്റില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പുള്ളപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുള്ള പെൻഷൻ കൂട്ടുക വഴി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഡെലിവറി ചെയ്യാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുമോ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പരിശോധിക്കണമല്ലോ. കാരണം 2021-ൽ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അങ്ങേക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുടെ മാത്രമേ നമ്മൾ കേട്ടുള്ള ചരിത്രമുള്ളൂ. നമ്മൾ അതിന് പ്രാധാന്യമില്ലാതെ തള്ളിക്കളയൊന്നും വേണ്ട. 2016-ന് ശേഷമാണ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കണ്ടത്. അതിൽ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ 2022-ൽ പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തിയ ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ 7 മാസം വരെ കുടിശ്ശിക വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നോക്ക്, കുടിശ്ശികയുണ്ടോ? ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഇവിടെ പലരും പ്രചരിപ്പിച്ചത് എന്താ? ട്രഷറി പൂട്ടും, സപ്ലൈകോ അടച്ചു പൂട്ടും, അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകുന്നു എന്ന. നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഒന്നും കിട്ടിയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി. അതോടൊപ്പം തന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾക്കുള്ള ഊന്നൽ കൃത്യമായി നമ്മൾ ഊന്നി അതിൽ മനസ്സിലാക്കി പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി ഇടപെട്ടു. നമുക്ക് കൃത്യമായി സപ്ലൈക്കോ നിറഞ്ഞു കവിഞ്ഞില്ലേ? പെൻഷൻ 2 ഗഡുവല്ലേ 3200 രൂപ ഓണത്തിന് വിതരണം ചെയ്ത് 21,000 കോടി രൂപയാണ് ഓണത്തിന് മാത്രം ചെലവഴിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ മുന്നോട്ട് പോകുന്നു. എപ്പോഴും നമുക്കെതിരെ വന്ന ആക്ഷേപം എന്താ? കടമെടുപ്പ് തോതിൽ കേരളം 1ാമതാണ്, ശ്രീലങ്കയുടെ വലിയ കടമാണ്, ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന രൂപത്തിലാണ്. എന്നാൽ ഇപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കടമെടുത്ത് നോക്കിയാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളമില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? പല മാധ്യമങ്ങളടക്കം അത് വാർത്തയും കൊടുത്തില്ലേ? ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കടത്തിലില്ല. കാരണം കടമുണ്ട്, പക്ഷേ നമ്മുടെ സമ്പത്തും വരുമാനവും ആ കടത്തിന്റെ തോത് വർദ്ധിക്കുന്നതിന്റെ 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഏത് ജനങ്ങളായാലും കടമെടുക്കും, സ്ഥാപനം അല്ലെങ്കിൽ വാങ്ങിക്കും, പക്ഷെ കടം നമുക്ക് അടച്ചുപൂട്ടാൻ കഴിയും. അത്തരത്തിൽ ഒറ്റ മിനിറ്റ് അതുകൊണ്ട് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റോടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. ഈ പ്രകടന പത്രിക നമ്മുടെ മുന്നിലുണ്ട്. ഇത് 2021-ൽ കൊടുത്ത LDF പ്രകടന പത്രികയാണ്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത്. ഇനിയും 6 മാസമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പത്തി എന്ന് പറഞ്ഞാൽ 6 മാസം ഇനിയുണ്ട്. അതുകൊണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞ 900 കാര്യങ്ങളും പൂർത്തീകരിക്കും. നവകേരളത്തെ ഞങ്ങൾ നിർമ്മിക്കും. ഒരു വിജ്ഞാന കേരളമാക്കി കേരളത്തെ ഉയർത്തും. ജനങ്ങളുടെ വാക്കുപാലിക്കുന്ന ഗവൺമെന്റ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഗവൺമെന്റായിട്ട് ഇത് മാറും.